നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിവിങ് ദ ഗോൾ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങൾ അതിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒറിജിനൽ അവസ്ഥ, നമ്മുടെ യഥാർത്ഥ ഉണ്മയെ തിരിച്ചറിഞ്ഞ് അതിൽ തന്നെ നിലകൊള്ളാനുള്ള ആ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിലൂടെ നടത്തുന്നത്. അതാണ് ലിവിങ് എന്ന് പറഞ്ഞത്. ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ആ ഒറിജിനൽ ആയിട്ടുള്ള ആ അവസ്ഥയുടെ ആ ഫ്ലോവിൻ്റെ മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ ഇവിടെ പിന്നെ ഒന്നും അൺനാച്ചുറൽ ആയിട്ടുണ്ടാവില്ല. നമ്മുടെ കർമ്മഫലങ്ങൾ എന്നുള്ള കാര്യം ഉണ്ടാവില്ല, സംസ്കാരങ്ങളുടെ കാര്യം ഉണ്ടാവില്ല. മനുഷ്യരാണ് ഈ തരത്തിൽ സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഇടപെടുകയാണ്, ആ ഫ്ലോയിൽ ഇടപെടുകയാണ്. ചിലത് നല്ലതും ചിലത് ചീത്ത എന്ന് പറഞ്ഞ തിരിച്ചറിവ്, ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ കൊണ്ടുവരികയാണ്. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നു. ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫ്ലോ തടസ്സപ്പെടുത്തുന്നു. ഫ്ലോ തടസ്സപ്പെടുത്തുമ്പോൾ നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തും. നമ്മൾ എത്രത്തോളം ഫ്ലോ നമ്മളിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നു അത്രത്തോളം നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കും. സ്നേഹത്തിന്റെ മാധ്യമങ്ങളായിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മാധ്യമമായി മാറാനായിട്ട് ഈ ക്രിയേഷൻ ശരിക്ക് എൻ്റെ തന്നെ ക്രിയേഷൻ, ഓരോരുത്തരും പറയുന്നത് ഒന്ന് തന്നെയാണ്. ക്രിയേഷൻ
ഈ ഞാൻ എന്നുള്ള ഭാവത്തിന്റെ ക്രിയേഷനാണ്. ആ ക്രിയേഷൻ, ആ എക്സ്പ്രഷന് സഹായിക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾക്കാണ് അനുഭവം അങ്ങനെ തോന്നുന്നത്. ഇപ്പോ സ്കൂളിന്റെ കാര്യം എടുക്കാം. നമ്മൾ ഒരു ക്ലാസ്സിൽ നിന്നും അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ചു, അത് വേറെ സ്കൂളിലാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം പുതിയ സ്ഥലം, പുതിയ അന്തരീക്ഷം. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോകാന്ന് വെച്ചു വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കുട്ടികളായിട്ട് പരിചയപ്പെടണം, പുതിയ അന്തരീക്ഷമായിട്ട് പരിചയപ്പെടണം. ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിന്റെ റൂംമേറ്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോളേജ് വിട്ടിട്ട് തിരിച്ചു വന്ന നമ്മുടെ യാത്ര, നമ്മുടെ പഠിത്തം അവിടെ മുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന റൂമിന്റെ റൂംമേറ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാന്ന് നമ്മൾ ആ റൂമിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കഴിവ് ഒരു സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്. ഇതാണ് മറ്റുള്ളവർ ചെയ്ത തെറ്റുകളിൽ പ്രതികാരേച്ഛ പുലർത്താതിരിക്കുക എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. നന്ദിപൂർവ്വം അവയെ ദിവ്യ പുരസ്കാരമായി കരുതുക. നമുക്കത് തെറ്റാണെന്ന് തോന്നുകയാണ്. നമ്മൾ സിമ്പിളായിട്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. എനിക്ക് താമസിക്കുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണം എന്നാണ് ആഗ്രഹം. നേരെ മറിച്ച് റൂംമേറ്റ് ഇടണം എന്നാണ് ആഗ്രഹം. ഞാൻ ഉറങ്ങുന്നത് 9 മണിക്ക് അല്ലെങ്കിൽ 9:30ക്കാണ്. റൂംമേറ്റ് ഉറങ്ങുന്നത് 12 മണിക്കോ 1 മണിക്കോ ഒക്കെ ആയിരിക്കും. ഞാൻ രാവിലെ നേരത്തെ എണീക്കുന്നു, അദ്ദേഹം രാവിലെ എണീക്കില്ല. ഞാൻ എൻ്റെ സ്പേസ് വളരെ ഭംഗിയായിട്ട് വെക്കും, എൻ്റെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. അദ്ദേഹത്തിന് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സാധനത്ത് നമ്മുടെ മേശപ്പത്തിലിടും, ചിലപ്പോൾ നമ്മുടെ ടൂത്ത് പേസ്റ്റ് എടുത്തോണ്ട് പോകും, നമ്മുടെ ബ്രഷ്, നമ്മുടെ സോപ്പ് എടുത്തോണ്ട് പോകും. ഇതൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഡീപ്പായിട്ടുള്ള നന്മ നമ്മൾ മിസ് ചെയ്യും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ട്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ സീനിയർ ആയിട്ടുള്ള സ്റ്റുഡൻറ്റ്, അദ്ദേഹത്തെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, തീസിസ് എഴുതാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഫാമിലി ഉണ്ട്. എൻ്റെ അടുത്തുനിന്ന് കടം ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് വേറെ ആവശ്യമൊന്നുമില്ല. എൻ്റെ സ്റ്റൈപ്പൻഡ് തന്നെ എനിക്ക് വളരെ അധികമായിരുന്നു, ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തിരിച്ചു തരാറില്ല. അദ്ദേഹത്തിനെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ വരാൻ തുടങ്ങും. എന്തൊരു മനുഷ്യനാണ്, പൈസ എടുക്കും തിരിച്ചു തരൂല്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം പാസ്സായി പോയി. ഞാൻ എക്സാമിന് എഴുതാൻ പോകണം. അപ്പൊ ഞാൻ അഹമ്മദാബാദിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേറെ സംസ്ഥാനത്തു നിന്നുള്ള ഒരേ ഒരു കാൻഡിഡേറ്റ് ഞാനാണ്. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് വെക്കുന്ന പേഷ്യൻസ് ഗുജറാത്തിയിലാണ് സംസാരിക്കും. എനിക്ക് ചെറുതായിട്ട് ഗുജറാത്തി പഠിച്ചിട്ടുണ്ട്, 3 കൊല്ലം കൊണ്ട്. പക്ഷേ ചില ഡയലക്ട്സ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ തൃശ്ശൂർ ഭാഷ, തിരുവനന്തപുരം ഭാഷ, മലപ്പുറം ഭാഷ, ഇങ്ങനെ പല ഭാഷകളും എല്ലാവർക്കും എല്ലാം അങ്ങോട്ടും മനസ്സിലാവണമെന്നില്ല. അതുപോലെ ചില ഡയലക്ട്സ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ടെൻഷനിലാണ് കിടന്നുറങ്ങിയത്. നാളെ എക്സാമാണ്, എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പേഷ്യന്റ് പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്, ഹിസ്റ്ററി ടേക്കിംഗ് തെറ്റും. അപ്പോ ഞാൻ ഏകദേശം 12 മണിയാവും. പെട്ടെന്ന് ഒരു വാതിലിൽ മുട്ടല്. സുനിയ മേ ആ ഗയാ. എന്നെ സുനിയ എന്ന് വിളിച്ചത്. പ്രകാശ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്മരിക്കാറ്. സുനിയ മേ ആ ഗയാ, തും ഡർനാ നഹീ, മേ തുമാരെ സാത്ത് ഹൂം എന്ന് പറഞ്ഞു. പിറ്റത്തെ ദിവസം രാവിലെ അദ്ദേഹം ആരുടെ അടുത്ത് ബൈക്ക് എടുത്തിട്ട് എന്നെ എക്സാമിനേഷൻ സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എക്സാമിനേഷൻ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. എന്തെങ്കിലും ചായ വേണോ, കാപ്പി വേണോ, ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരു ട്രാൻസ്ലേറ്റർ, ഈ എക്സാം ഈ വെച്ച പേഷ്യന്റിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ആളെ അവിടെ സഹായിക്കാൻ അദ്ദേഹം തന്നെ ഏർപ്പാടാക്കി. ചുരുക്കത്തിൽ പറയട്ടെ, എക്സാം വളരെ നല്ലതായിട്ട് നടന്നു. എന്നിട്ട് എക്സാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ കാത്തു കിട്ടും പുറത്ത്. പറഞ്ഞു ഹോഗയാനാ ചലേ പറഞ്ഞാൽ എന്നെ തിരിച്ച് റൂമിൽ കൊണ്ടാക്കിയിട്ട് അമ്മ ജാത്താവും എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി. അദ്ദേഹം അന്ന് പാലൻപൂർ എന്നുള്ള ഗുജറാത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് നല്ല പ്രാക്ടീസ് തുടങ്ങിയ ആളാണ്. ഒരു ദിവസം ലീവ് എടുത്തിട്ട് ക്ലിനിക്ക് അടച്ചിട്ട് എന്നെ സഹായിച്ചാൽ മതിയാണ്. അതാണ് നന്മ എന്ന് പറയുന്നത്. നമ്മൾ പുറമേയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആന്തരികമായിട്ട് നന്മ മിസ് ചെയ്യുന്നു. എനിക്ക് അദ്ദേഹത്തോട് ഒരിക്കലും
പൈസ തിരിച്ചു തരുന്ന ദേഷ്യം നമ്മുടെ ഉള്ളിൽ നീരസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. ഒരുപക്ഷെ ആ ഒരു ബന്ധം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തത്. നമ്മൾ ആന്തരികമായിട്ടുള്ള ആ സ്നേഹബന്ധം നിലനിർത്തണം. ഒരിക്കലും നമ്മൾ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിയിട്ട് അടിയിലുള്ള സ്നേഹം വിസ്മരിക്കരുത്. ഇതാണ് ഈ മാക്സിമിന്റെ അർത്ഥം. റിവെഞ്ച്ഫുൾ ആവരുത്. നമ്മളെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വേദനിപ്പിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാള് നമ്മുടെ ശത്രുവിനായി മാറുന്നില്ല. പലപ്പോഴും ശത്രുത അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ശത്രുതയായിട്ട് മാറുന്നു. എന്നാലും നീ എന്നോട് അങ്ങനെ ചെയ്തുവല്ലോ, അന്ന് നീ എന്നോട് എന്താണ് മിണ്ടാണ്ടിരുന്നത്. മറിമായം എന്നുള്ളൊരു സീനുണ്ട്, അതില് സുഗതൻ എന്നുള്ള കഥാപാത്രം സത്യശീലൻ എന്നുള്ള ഒരു ടീച്ചർ, 2 ടീച്ചേഴ്സാണ്, എത്രയോ വർഷം 10 വർഷത്തോളം മിണ്ടാണ്ടിരുന്നു. ഇപ്പൊ റിട്ടയർ ചെയ്യാൻ പോവാണ് സത്യശീലൻ മാഷ്. അപ്പോൾ സുഗത മാഷോട് എല്ലാവരും ചോദിക്കും, എന്താണ് സത്യശീലൻ മാഷോട് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം? അപ്പോൾ പറയാണ്, സത്യശീലൻ മാഷ് ഒരു ദിവസം ക്ലാസ് എടുക്കും. അതുവരെ സത്യശീലനും സുഗതൻ സാറും വളരെ ഫ്രണ്ട്സാണ്, വളരെ ഒന്നിച്ച് സ്കൂളിൽ ഒന്നിച്ച് വരും, കുടുംബ ബന്ധുക്കൾ തന്നെയാണ്. സത്യശീലൻ സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ദിവസം കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായ പരിണാമ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പുറത്തു കൂടെ നടക്കുകയായിരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോ സത്യശീലൻ മാഷ് എന്നെ നോക്കി ചിരിച്ചു എന്നാണ്. അതോടുകൂടി മിണ്ടാതെ ചെയ്യുന്നത്. ആ ചിരിച്ചത് എന്തിനാണ്? ചിലപ്പോൾ നല്ല നോക്കിയിട്ട് ചിരിച്ചാണ്. പക്ഷെ ഒരൊറ്റ പോയിന്റ് ശത്രുക്കളായി. ഇത്രയും ചെറിയ പോയിന്റുകൾക്കാണ് നമ്മൾ പരസ്പരം ശത്രുത ഉണ്ടാക്കുന്നത്. ഡിസഗ്രിമെന്റ്സ് ശത്രുതയായിട്ട് മാറും. അപ്പൊ നമ്മൾ ജീവിതത്തിലും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ പലപ്പോഴും ഈ തരത്തിലുള്ള അസഹിഷ്ണുതകളാണ്. ചാരിജി മഹാരാജ് പറയും, സഹിഷ്ണുത, ടോളറൻസ് എന്തിനാണെന്ന് പറഞ്ഞാൽ ഓരോ പാപിയുടെയും ഉള്ളിൽ ഒരു പുണ്യാളൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കണം. നമ്മൾ എപ്പോഴും പ്രേ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സൈഡിൽ നിന്ന് ഒരിക്കലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ആ വാതിലുകൾ തുറക്കും. സ്നേഹം തുറക്കാത്ത വാതിലുകളില്ല എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഇതേക്കുറിച്ച് നമുക്ക് വീണ്ടും കൂടുതൽ ആഴത്തിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.